ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം സീരീസിലെ തേർഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്, എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ലിസ്റ്റിലേക്ക് ഡാറ്റ എങ്ങനെയാണ് പ്രിപ്പൻഡ് ചെയ്യുന്നതും അപ്പൻഡ് ചെയ്യുന്നതും നോക്കി. അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ഇതാണ് ഒരു ബേസിക് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സ്ട്രക്ചർ. അപ്പൊ ഒരു നോഡിൽ രണ്ട് കാര്യം ഉണ്ടാവും. നമ്മൾ സേവ് ചെയ്യുന്ന ഡാറ്റയും അതുപോലെ തന്നെ നെക്സ്റ്റ് നോഡിലേക്കുള്ള പോയിന്ററും ഉണ്ടാവും. അതുപോലെ ഫസ്റ്റ് നോഡിൽ ഒരു ഹെഡ് പോയിന്റർ ഉണ്ടാവും. ആ ഹെഡ് പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ പ്രിപ്പൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന റിമൂവ് ചെയ്യുന്നതും ഒക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ഇൻഡെക്സ് ചെയ്യുന്ന ഒരു നോഡ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ അരയിൽ നമുക്ക് ഈസി ആയിരുന്നു അല്ലെ. അതായത് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ എലമെന്റിനെ ആക്സസ് ചെയ്യാം, ആ എലമെന്റിനെ റിമൂവ് ചെയ്യാം, റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും ഒരു ലീനിയർ സെർച്ചേ പോസിബിൾ ആവുള്ളൂ. സോ നമുക്ക് എങ്ങനെയാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് ഡാറ്റ റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇത് 3 സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ കേസ് പറയുന്നത് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡാറ്റ ഇല്ല, ഒരു എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ ഡാറ്റ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഈ ഹെഡ് പോയിന്ററിൽ ഹെഡ് നള്ളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. വാല്യൂ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഫസ്റ്റ് കേസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോയിലേക്ക് വരുവാണ്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം ക്ലാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോഡും ലിങ്ക്ഡ് ലിസ്റ്റും. അതിൽ നോഡിൽ ഒരു നോഡിന്റെ ആ ഒരു കൺസ്ട്രക്ടർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡാറ്റയും നെക്സ്റ്റ് പോയിന്ററും. ലിങ്ക്ഡ് ലിസ്റ്റിലാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫംഗ്ഷനാലിറ്റി, പ്രിപ്പൻഡ്, അപ്പൻഡ്, പ്രിന്റ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനി ഒരു അടുത്ത ഫംഗ്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുവാണ്, റിമൂവ് നോഡ്. റിമൂവ് നോഡിൽ ഏത് ഇൻഡെക്സിൽ നിന്നാണോ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ആ ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് ഈ ഫംഗ്ഷൻ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വരിക കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കേസ് ചെക്ക് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഒരു എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഒന്നും നമുക്ക് ആ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനില്ല. അപ്പൊ അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ദിസ് ഡോട്ട് ഹെഡ് നോട്ട് ഈക്വൽ, അതായത് ഹെഡിൽ വാല്യൂ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്കൊരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലിസ്റ്റ് ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഞാൻ റിട്ടേൺ കൊടുക്കുന്നു, കാരണം നമുക്കിവിടെ ഒന്നും റിമൂവ് ചെയ്യാനില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് ചെക്ക് ചെയ്യാം. ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോഡാണ്. അതായത് ഈ ഹെഡ് പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 30 എന്ന് പറഞ്ഞ വാല്യൂ ഉള്ള ഈ ഒരു നോഡാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നോഡിനെ റിമൂവ് ചെയ്യുമ്പം ഈ ഹെഡ് ഇതിന്റെ നെക്സ്റ്റിലേക്ക് പോയിന്റ് ചെയ്യണം. ഇപ്പൊ എന്തായി, ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് നോഡ് റിമൂവ് ആയിക്കോളും. അതായത് ഇപ്പൊ ഫസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് എന്താണോ അത് അക്സസ് ചെയ്തിട്ട് അതിനെ ഹെഡ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താവും, ഈ സെക്കൻഡ് നോഡ് ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡ് ആവും. ചെക്ക് ചെയ്ത് നോക്കാം, ഇഫ് ഓഫ് ഇൻഡെക്സ് ഈക്വൽ ടു 0 ആണോ. ഇനി 0 ആണെന്നുണ്ടെങ്കിൽ ഈ റിമൂവ് ചെയ്യാൻ പോകുന്ന നോഡിനെ ഞാൻ റിമൂവ് നോഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഞാനൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, റിമൂവ് നോഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ റിമൂവ് നോഡ് ഡീറ്റെയിൽസ് എന്തായിരിക്കും, നമ്മളിപ്പോ ഹെഡ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നോഡ് ആയിരിക്കും അല്ലെ. ദിസ് ഡോട്ട് ഹെഡ് ആയിരിക്കും, അത് ഇതിലേക്ക് അസൈൻ ചെയ്തു. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് നോഡ് ഏതാണോ അത് ഇതിനകത്തേക്ക് അസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡിനെ റീസെറ്റ് ചെയ്യുക. അതായത് ഇനി ഹെഡ് ഏതിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്, നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന ആ നോഡിന്റെ റിമൂവ് ഡീറ്റെയിൽസ് നോഡിന്റെ നെക്സ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഹെഡിനെ ആക്സസ് ചെയ്തൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അതായത് ഇതൊരു പുതിയ നോഡാണ്, ഈ നോഡിന്റെ നെക്സ്റ്റ് ആയിരിക്കും ഇനി ഹെഡ്. അപ്പൊ ഹെഡിനെ റീസെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് നോഡ് റിമൂവ് ആയിക്കോളും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത് ഒരു ഇൻബിറ്റ്വീൻ നോഡാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് 20 വാല്യൂ ഉള്ള ഈ സെക്കൻഡ് നോഡാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താവും, ഇതിനകത്തൊരു 4 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് രണ്ടാമത്തതാണ്, ഇത് മൂന്നാമത്തതാണ്, ഇത് നാലാമത്തേന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രീവിയസ് നോഡ്, ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഈ നോഡിന്റെ പ്രീവിയസ് നോഡ് ഇപ്പൊ റെഫർ ചെയ്യുന്നത് നമ്മുടെ ഈ റിമൂവ് ചെയ്യാൻ പോകുന്ന നോഡിലേക്കാണ്. അത് മാറ്റിയിട്ട് ഇതിന്റെ പ്രീവിയസ് നോഡ്, അത് കഴിഞ്ഞിട്ടുള്ള നോഡ്, അതായത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന നോഡിന്റെ നെക്സ്റ്റ് നോഡ് ഏതാണോ അതിലേക്ക് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് പോയിന്റ് ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ട നോഡ് റിമൂവ് ആവും. അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റ് റീഅറേഞ്ചും ആവും. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എൽസ് കേസിൽ
അപ്പൊ നമ്മുടെ ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻഡെക്സ് അക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഇവിടെ റിമൂവ് ചെയ്യാൻ വരുന്ന ഇൻഡെക്സ് 4 5 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നേരെ 4-മത്തെയോ 5-മത്തെയിലോ പോകാൻ പറ്റില്ല. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ലിങ്കർ ലിസ്റ്റിന്റെ ലിമിറ്റേഷൻ. നമുക്ക് ലീനിയർ സെർച്ച് ഇവിടെ നടക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു പ്രീവിയസ് നോഡ് അക്സസ് ചെയ്യുവാണ്. ദിസ് ഡോട്ട് ഹെഡ്. ഇപ്പൊ പോയിന്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് നോഡ് ഈ പ്രീവിയസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇനി നമുക്ക് ഈ ലിങ്കർ ലിസ്റ്റ് കൂടെ ട്രാവേഴ്സ് ചെയ്യണം. അതായത് നമുക്കൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ് i equal to 0, i less than index -1, i plus plus. അപ്പൊ ഇവിടെ എന്താവും, നമ്മൾ ഈ നോഡിന്റെ നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന ആ നോഡിന്റെ തൊട്ട് പ്രീവിയസ് നോഡ് വരെ ഈ ലൂപ്പ് റൺ ചെയ്ത് നമുക്ക് ഫൈനലി ആ റിമൂവ് ചെയ്യേണ്ട നോഡിന്റെ പ്രീവിയസ് നോഡ്, അതായത് ഇപ്പൊ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ 20 ആണെങ്കിൽ ഈ നോഡ് വന്നിട്ട് നിൽക്കും ലൂപ്പ്. ഇപ്പൊ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം പ്രിവ് എന്ന് പറയുന്നത് പ്രിവ് നോട്ട് ഡോട്ട് നെക്സ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫൈനലി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തൊട്ട് പ്രീവിയസ് നോഡ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി, റിമൂവ് നോഡ് എന്ന് പറയും, നോഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പ്രീവിയസ് നോഡിന്റെ നെക്സ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ 10ൽ വന്ന് നിൽക്കും. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് 20 ആയതുകൊണ്ട് ഇതിന്റെ നെക്സ്റ്റ് ആയിരിക്കും നമുക്ക് റിമൂവ് ചെയ്യേണ്ട നോഡ്. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പ്രീവിയസ് നോഡിന്റെ നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിമൂവ് ഡീറ്റെയിൽസ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന നോഡിന്റെ നെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പ്രീവിയസ് നോഡിൽ വന്ന് നിന്ന് റിമൂവ് ചെയ്യേണ്ട ലൂപ്പിൽ നിന്ന് നമുക്ക് പ്രീവിയസ് നോഡ് കിട്ടി. പ്രീവിയസ് നോഡിന്റെ നെക്സ്റ്റ് നോഡാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ട നോഡ്. അപ്പൊ പ്രീവിയസ് നോഡിന്റെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ട നോഡ് സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഇൻ ബിറ്റ്വീൻ ഉള്ള നോഡ് റിമൂവ് ആയി. അപ്പൊ നമ്മൾ പറഞ്ഞ കേസ് ഇംപ്ലിമെന്റ് ആയില്ലേ, ഇതിൽ വന്ന് നിൽക്കും, ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് റിമൂവ് ആയി. ഫൈനൽ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മളൊരു നോഡ് റിമൂവ് ചെയ്തതുകൊണ്ട് ഇതിന്റെ സൈസ്, ലിസ്റ്റിന്റെ സൈസ് ഒന്ന് ഡിക്രിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ റിമൂവ് ചെയ്ത നോഡിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യണം. ഏത് നോഡാണോ നമ്മൾ റിമൂവ് ചെയ്തത് അത് അറിയാൻ വേണ്ടിയിട്ട് ഡോട്ട് വാല്യൂവിനെ റിട്ടേൺ ചെയ്തു. ഇനി ഞാനിപ്പോ ഓൾറെഡി ഡാറ്റിനകത്തേക്ക് പ്രിപ്പൻറ്റും അപ്പൻറ്റും ഒക്കെ ചെയ്ത് അതിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ റിമൂവ് ഫംഗ്ഷനെ ഒന്ന് കോൾ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുവാണ് കേട്ടോ. ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇത് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ലിസ്റ്റിന്റെ ഐറ്റം അറിയാൻ വേണ്ടിയിട്ട്. ഇത് കൺസോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് പ്രിന്റ് ചെയ്യുവാണ്. റിമൂവ് ലിങ്ക് ഒബ്ജക്ട് ഡോട്ട് റിമൂവ് നോഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നത് സെക്കൻഡ് നോഡാണ്. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുക്കുവാണ്. റിമൂവ് സെക്കൻഡ് നോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള, അതായത് സെക്കൻഡ് നോഡിനെ റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് നോഡിനെയും കൂടെ റിമൂവ് ചെയ്യാം. അഗൈൻ കൺസോൾ സ്റ്റേറ്റ്മെന്റ് ത്രൂ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. 0th ഇൻഡെക്സ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന കമാൻഡ് നിങ്ങൾക്ക് അറിയാലോ, നോഡ് സ്പേസ് ഫയൽ നെയിം. അപ്പോൾ എന്റെ ഫയൽ നെയിം ലിങ്കർ ലിസ്റ്റ് ആയതുകൊണ്ട് ലിങ്കർ ലിസ്റ്റ് .js. ഓൾറെഡി എന്റെ ലിങ്ക് ലിസ്റ്റിൽ ഇത്ര ഐറ്റംസ് ആണുള്ളത്. ഈ ഒരു ഓർഡറിൽ 30, 20, 10, 40. ഇതിൽ നമ്മൾ ആദ്യം സെക്കൻഡ് നോഡാണ് റിമൂവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സെക്കൻഡ് നോഡിലെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ നമുക്ക് ആ വാല്യൂ 20 തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30, 10, 40 ഇത്രയും വാല്യൂസ് ആണ് ഉണ്ടാവുക. ഇതിന് ഫസ്റ്റ് നോഡിനെ റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 30. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ ലിങ്ക് ലിസ്റ്റും കൂടി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് റിമൂവ് ചെയ്തിരിക്കുന്ന ആ ഒരു നോഡിന്റെ വാല്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് നോഡ് റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യുന്നത്, അതായത് ഒരു പർട്ടിക്കുലർ നോഡിനെ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇത് ഓൾമോസ്റ്റ് നമ്മുടെ പ്രിന്റ് മെത്തേഡിന് ഈക്വൽ ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അരയിലൊക്കെ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ഇൻഡെക്സ് കൊടുത്തിട്ട് വാല്യൂ ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ നമ്മൾ ലീനിയർ ആയിട്ട് തന്നെ സെർച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ലിങ്കഡ് ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് 20 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കൊടുത്തിട്ട് അതിന്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു, അതിന്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എപ്പോഴും എനിക്ക് ഫസ്റ്റ് നോഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഈ ഹെഡ് നോഡിന് കൂടാതെ ഒരു കറന്റ് നോഡ്, ഇപ്പൊ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഈ പ്രിപ്പൻറ്റിലും അപ്പൻറ്റിലും ഒക്കെ ചെയ്ത പോലെ തന്നെ ഒരു കറന്റ് നോഡ് ക്രിയേറ്റ് ചെയ്യും. മീൻസ് കറന്റ് പോയിന്റർ ക്രിയേറ്റ് ചെയ്യും. അത് ഫസ്റ്റ് പോയിന്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് നോഡിലേക്കായിരിക്കും.
എന്നിട്ട് ആ ഫസ്റ്റ് നോഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയും അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന ഡാറ്റയും കൂടെ ചെക്ക് ചെയ്യും. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ കറണ്ട് ആയി ഇപ്പൊ നിൽക്കുന്ന ആ ഒരു നോഡിനെ നെക്സ്റ്റിലേക്ക് പോയിന്റ് ചെയ്യും. എഗെയിൻ ഈ ചെക്ക് ചെയ്യും, അതായത് നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന വാല്യൂം ഈ നോഡിന്റെ ഡാറ്റയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഫൈനലി നമ്മൾ എപ്പോഴാണോ ഇത് ഈക്വൽ ആയിട്ട് വരുന്നത് ആ സമയത്ത് ആ ഒരു ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ ഒരു പുതിയൊരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാണ്, സെർച്ച് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്തായിരിക്കും വരുന്നത്? നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഇത് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാം. എം ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് റിട്ടേൺ ചെയ്താൽ മതി. പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി എം ടി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യണം, ഒരു കറന്റ് പോയിന്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കറന്റ് പോയിന്റർ ഫസ്റ്റ് എന്തിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്? ഹെഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻഡെക്സ് വേരിയബിളിലാണ് കേട്ടോ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു നോഡിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ ഇൻഡെക്സ് സേവ് ചെയ്യുന്നത്. ഇനി നമ്മൾ കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഓരോ പ്രാവശ്യം കറണ്ടിൽ കൂടെ ലൂപ്പ് ചെയ്യുക. ഇപ്പൊ കറണ്ട് നിൽക്കുന്നത് ഹെഡിലാണ്. എന്നിട്ട് നമ്മൾ ആ പറഞ്ഞ ചെക്ക് ചെയ്യുക, അതായത് കറണ്ട് ഡോട്ട് ഡാറ്റ ഈക്വൽ ടു ഈ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണം. എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിന്റെ ഇൻഡെക്സ് ഇതാണെന്ന് പറഞ്ഞിട്ട് value found at index റിട്ടേൺ ചെയ്യാം. സപ്പോസ് ഇത് ഈക്വൽ അല്ലെങ്കിലോ, ഈ കറണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന കറണ്ടിന്റെ നെക്സ്റ്റ്, അതായത് നമ്മൾ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യണം കറണ്ട് പോയിന്ററിനെ. അതുപോലെ തന്നെ ഇൻഡെക്സിനെ ഇൻക്രിമെന്റ് ചെയ്യുക, അടുത്ത നോഡിലേക്ക് പോയില്ലേ. ഇനി സപ്പോസ് നമ്മൾ ഫുൾ വാല്യൂം സെർച്ച് ചെയ്തു, എന്നിട്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലോ, അഗൈൻ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്യുക. വാല്യൂ നോട്ട് ഫൗണ്ട് ഇൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു റിമൂവിന്റെ കേസിലെ ആ ഫംഗ്ഷൻ കോൾ എല്ലാം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അഗൈൻ കൺസോൾ സ്റ്റേറ്റ്മെന്റ് ത്രൂ നമ്മൾ ഈ ലിങ്ക് ഡോട്ട് സെർച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി 20 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉള്ളതുകൊണ്ട് 20നെ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ അഗൈൻ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുത്തിട്ട് ലിങ്ക് ഡോട്ട് സെർച്ച് ഓഫ് ഇതിനകത്ത് ഇല്ലാത്തൊരു 100നെയും കൂടെ സെർച്ച് ചെയ്യാം. ഇനി അഗൈൻ നമ്മൾ ടെർമിനലിൽ വന്നിട്ട് ഈ കോഡ് ഒന്ന് റൺ ചെയ്യുവാണ്. അപ്പൊ വാല്യൂ 20 ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് 1-ലല്ലേ, 01 ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. അതുപോലെ തന്നെ 100 ഈ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് 100 നോട്ട് ഫൗണ്ട് ഇൻ ലിസ്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു സ്പെസിഫിക് വാല്യൂ കൊടുത്തിട്ട് അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ നോഡിനെ ലിസ്റ്റിൽ സെർച്ച് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്